ട്രിപ്പ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തിബിലിസിയിലെ മറ്റ്സ്കേത എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുറേയധികം കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. കുട്ടൈസിൽ വന്നിറങ്ങി ഒരു ദിവസത്തേക്ക് മാത്രമാണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകുന്ന ഏത് സ്ഥലമാണോ അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെയാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റ്സ്കേതയിൽ ഒരു ഹോട്ടൽ തപ്പിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹോട്ടൽസ് നിയർ മീ ഇട്ടിട്ട് ആ ഒരു ഹോട്ടൽസിൻ്റെ ഏരിയയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിബിലിസി ഓൾഡ് സിറ്റിയിൽ മാത്രമാണ് നമുക്ക് പാർക്കിംഗ് ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയായി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഹോട്ടൽസൊക്കെ ഒന്ന് തപ്പിപ്പിടിക്കാനും കുറച്ചൊന്ന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരിടത്തും നമുക്ക് ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റ്സ്കേത ചർച്ചിൻ്റെ ഭാഗത്തേക്കാണ്. അവിടെ കുറച്ചധികം ഹോട്ടൽസൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഈ ചർച്ചും വളരെ ഫേമസ് ആണ്. ജോർജിയയിലെ ഏറ്റവും വലിയ പള്ളികളിൽ രണ്ടാമത്തെ സ്ഥാനമാണ് ഈ ഒരു ചർച്ചിനുള്ളത്. ഷൊത്തിസ്കോവേലി കത്തീഡ്രൽ എന്നാണ് ഈ ചർച്ചിൻ്റെ പേര് വരുന്നത്. ഇപ്പോൾ ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല. അതിന് കുറച്ച് മുൻഭാഗത്തായിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് നടന്നു പോകാമെന്നുള്ളൂ. ഇവിടെ നമുക്ക് ഒത്തിരി അധികം കടകളും സുവനീർ ഷോപ്പുകൾ പിന്നെ അതുപോലെ തന്നെ ഹോട്ടലുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഈ ചർച്ച് അതുപോലെ തന്നെ ചർച്ചിനോട് ചേർന്നിരിക്കുന്ന കടകളും ഒക്കെ തന്നെ ഏകദേശം ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ക്ലോസ് ചെയ്യും. ശരിക്കും വണ്ടി നിർത്തി നമ്മൾ നടന്നു തുടങ്ങുമ്പോഴാണ് നല്ല കാമായിട്ടുള്ള ഒരു ഏരിയ ആണ്. പോരാതെ തന്നെ ഈവനിങ്ങും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ഇവിടെ ക്ലോസ് ചെയ്യുന്ന സമയമായത് കാരണം തീരെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹോട്ടൽസൊക്കെ നമുക്ക് നടന്നു പോയിട്ടാണെങ്കിലും അന്വേഷിക്കാവുന്ന ദൂരത്ത് തന്നെയാണ്. ചർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ടൊക്കെ കുറേയധികം ഹോട്ടൽസൊക്കെ ഉണ്ട്. പിന്നെ അതും പോരാത്തതിന് ഇതിൻ്റെ പിന്നിലായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന ഭാഗമാണ്, നദിയുടെ കരയിലായിട്ടാണ് വരുന്നത്. നല്ല അസാധ്യ വ്യൂ ആണ് ഇവിടുത്തെ ഹോട്ടൽസിനൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഹോട്ടൽ തപ്പിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഇവിടെ തിബിലിസിയിൽ വന്നിട്ട് ഈ നദിയുടെ കരയിലുള്ള ഒരിടത്ത് താമസിക്കുന്ന ഒരു വിഷൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. 150 ലാറിയാണ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ബാൽക്കണി, അതുപോലെ താഴത്തെ ഫ്ലോറിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു പുഴയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ് വരുന്നത്. അപ്പോൾ റൂം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ അത്യാവശ്യം ഇവിടെയുള്ള ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ ജോർജിയയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സ്. ഇങ്ങനെ ഫ്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ എടുത്തിട്ട് അതിനിങ്ങനെ ഉള്ളിൽ നട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നൂലുമേ കെട്ടിയതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ എല്ലായിടത്തുമൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനെ ദോശ പോലെ പരത്തിയിട്ടുള്ള അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ്, പിന്നെ വൈൻ കൊണ്ടുള്ള ഐസ്ക്രീം, ഇങ്ങനെ കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ നമുക്കിവിടെ ട്രൈ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോർജിയയിൽ എവിടെ പോയാലും നമുക്ക് ഒത്തിരി ഡോഗ്സിനെ കാണാൻ പറ്റുമെന്ന്. അത് ഒക്കെയും വാക്സിനേറ്റഡ് തന്നെയാണ്. പക്ഷെ നമുക്ക് അധികം പേടിക്കേണ്ടതൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഒരു ഡോഗിനെ കണ്ടപ്പോൾ നമുക്ക് ശരിക്കും നന്നായിട്ട് കുരയ്ക്കുന്ന ഒരു ഡോഗ് നമുക്ക് ചെറിയ പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും ഇവിടെ ചർച്ചും അതുപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള എല്ലാ ഷോപ്പുകളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഏരിയയിലൊന്നും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മറ്റ്സ്കേത ഏരിയയിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തെല്ലാം നൈറ്റ് ലൈഫ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. പക്ഷേ കടകളൊക്കെ തന്നെ രാവിലെ തുറക്കുന്നത് അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ്. This is apple, this is kiwi, this is honey, blueberry, different grapes. The same, no? No, this different honey, this different honey. This is acacia honey, blueberry honey. ഈ ഐറ്റംസൊക്കെ നമ്മൾ വന്ന സമയം തൊട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇതുവരെ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നമുക്കിങ്ങനെ മടക്കി ദോശ പോലെ ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാം. നമ്മുടെ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പരത്തി ദോശ പോലെ ആക്കിയ പോലെ ഉണ്ട്. ഞങ്ങൾ മേടിച്ചത് മറ്റേ അനാറിൻ്റെ ഫ്ലേവറാണ്. ഒരു സെമി സോർ ടേസ്റ്റാണ് മേടിച്ചത്. ഇതാണ് നമുക്ക് റൂമിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു കുഞ്ഞു കോഫി ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കുക നല്ല രസമാണ്. പിന്നെ ഇത് ഇവിടുന്ന് തന്നെ താഴേക്ക് പോകുമ്പോഴത്തേക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ വരുന്നുണ്ട്. അവിടെ പിന്നെ പറയുകയും വേണ്ട അസാധ്യ വ്യൂ ആണ്. റിവർ ഫ്രണ്ട് മസ്കേത എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പം നമുക്ക് ശരിക്കും ഇത് ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റോഡിലേക്ക് ആക്സസ് ഉണ്ടായിരുന്നില്ല, ഗേറ്റ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റൂം എടുത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആക്കിയിട്ട് വണ്ടിയൊക്കെ അകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേ നല്ലതായിരുന്നു. പക്ഷെ ഞങ്ങൾ രാവിലെ അത് ചെക്കൗട്ട് ചെയ്യാൻ ജസ്റ്റ് ഉറങ്ങാൻ വന്ന പോലെയാണ്. എന്നാലും നല്ലതായിരുന്നു. നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് ശരിക്കും ഒരു ഹോട്ടൽ സ്റ്റൈലല്ല, ഒരു ഹോം സ്റ്റേ പോലെ എന്ന് വേണമെങ്കിലും പറയാം. അധികം റൂമുകളൊന്നുമില്ല, 4-5 റൂമുകളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ താഴേക്ക് വരുമ്പം ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ബാർ കൗണ്ടർ, പിന്നെ അത്യാവശ്യം ഗ്യാതറിങ്ങിനുള്ള ഏരിയ, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ കുറച്ചധികം ഏരിയ ഉണ്ട്. സത്യത്തിൽ നമ്മൾ റൂം എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് താഴോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വന്ന് ഞങ്ങൾ ഇച്ചിരി ധൃതിയിലും ആയിരുന്നു.
വന്നിട്ട് വേഗം അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വാഴയൊക്കെ ഉണ്ട്. റോസ്മേരിയോ? ശരിക്കും ഇവിടെ നല്ല വർത്തായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. 150 ലാറിയാണ് ചാർജ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾഡ് സിറ്റിയിലൊക്കെ കുറച്ചുകൂടി റേറ്റും ഉണ്ടായിരുന്നു, പിന്നെ നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഓൾഡ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ ഇവിടുന്ന് ഒരു ½ അവർ അങ്ങോട്ട് സിറ്റിയിലോട്ട് ഡ്രൈവ് ചെയ്യേണ്ടി വരും. നമുക്ക് തിരിച്ച് കുട്ടേസിയിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു ½ അവർ കുറച്ച് യാത്രയിൽ ലാഭം ഉണ്ടാവും. പിന്നെ കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നും തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു റിവറിൻ്റെ ഭാഗത്ത് നമുക്ക് ബോട്ടിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് 10-11 മണിയൊക്കെ ആയി തന്നെ ജോർജിയയിൽ അത്യാവശ്യം ആക്റ്റീവ് ആവുള്ളൂ, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും യാത്ര പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് പോകേണ്ടത് ഒരു ചർച്ചിലേക്കാണ്, ജുവാരി ചർച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹില്ലിന് മുകളിലായിട്ട് ആ ഒരു ചർച്ച് നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ ആയിട്ട് മസ്കേത്ത ചർച്ച് നമുക്ക് കാണണം. അത് നമുക്ക് തൊട്ട് മുന്നേ തന്നെയാണ്, പക്ഷെ അവിടെയും 9 മണിയായതിനു ശേഷമേ തുറക്കുള്ളൂ. അത് കാരണമാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഓൾറെഡി ഈ ഒരു ചർച്ചിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇവിടെ ഇപ്പം ആ ഒരു ഗേറ്റ് വെച്ചിരിക്കുന്നതിന് പുറത്തായിട്ട് ഇട്ടിട്ട് ഈ ഭാഗത്തൊക്കെ നമുക്ക് നടന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. ഈ പള്ളി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പള്ളിയാണ്. ജോർജിയയിലെ ഏറ്റവും വലിയ പള്ളികളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളിയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിങ്ങനെ നടന്ന് കാണാനുള്ള ഏരിയ ഉണ്ട്. നമ്മളിപ്പം ഈ ഒരു പള്ളിയുടെ ചുറ്റുഭാഗത്തോട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. പാക്കേജൊക്കെ എടുത്ത് വരുന്നവർക്കാണെങ്കിലും മസ്കേത്ത സിറ്റി ടൂറും ഈ ചർച്ച് വിസിറ്റും ഒക്കെ കൂടി ചേർത്തിട്ട് ഒന്നുകിൽ ഒരു ½ ഡേ ടൂർ അല്ലെങ്കിൽ ഒരു 1 ഡേ ടൂർ ആയിട്ടൊക്കെയാണ് കൊടുക്കാറുള്ളത്. അത്രയ്ക്കൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കാണാനുള്ളതും ഉണ്ട്. ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ബോട്ടിങ്ങിൻ്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ആ വെള്ളത്തിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ ഈ ചർച്ചും അതിനോട് ചേർന്ന് വരുന്ന കുറച്ചധികം ഏരിയയിലും ഒട്ടും തന്നെ അകത്തേക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഇവരുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിലും ഒക്കെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ആ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡിൽ തന്നെ നിലനിർത്തി പോകുന്ന ഒരു രീതി ആയതുകൊണ്ട് തന്നെ കാണാനും നല്ല രസമാണ്. ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് തിബിലിസി ഓൾഡ് സിറ്റിയും മസ്കേത്തയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മസ്കേത്തയിൽ വന്ന ഒരാൾ പിന്നെ നമുക്ക് ഓൾഡ് സിറ്റിയിൽ പോയിട്ട് സ്റ്റേ ചെയ്യാൻ തോന്നില്ല. അത്രയ്ക്കും ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ 6 ദിവസത്തെ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണ് നമ്മൾ മസ്കേത്തയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും കുറച്ചും കൂടിയൊക്കെ ഒന്ന് ടൈം എടുത്ത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ കാണാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ചർച്ച് വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് എൻക്വയറി ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് മസ്കേത്ത ചർച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പോവേണ്ടത് ജുവാരി മൊണാസ്ട്രിയാണ്. നമ്മൾ ഈ ഒരു മസ്കേത്തയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുന്നും പുറത്തായിട്ട് നമുക്ക് ഈ ഒരു ജുവാരി മൊണാസ്ട്രി കാണാൻ പറ്റും. ഇവിടെ നിന്ന് 20 മിനിറ്റ്സ് ആണ് അവിടത്തേക്ക് ഡിസ്റ്റൻസ് ഉള്ളത്. അതുപോലെ അവിടെ പോയിട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ചർച്ചിന് മുന്നിലൂടെ പോകുന്ന പുഴ, അതൊരു 2 പുഴകൾ വന്ന് ജോയിൻ്റ് ആയിട്ട് 2 കളറിലുള്ള പുഴ ജോയിൻ്റ് ആവുന്നതൊക്കെ നമുക്ക് ആ ജുവാരി മൊണാസ്ട്രിയിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ അത്യാവശ്യം ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങി നടന്ന ശേഷമാണ് ചർച്ച് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ചർച്ചിൻ്റെ ഉൾഭാഗം കൂടി ഒന്ന് നോക്കാം. ഇന്ത്യ 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 ജോർജിയയിലെ ഏറ്റവും വലിയ പള്ളി ഹോളി ട്രിനിറ്റി കത്തീഡ്രലാണ്. 2ാമത്തെ സ്ഥാനമാണ് ഈ ഷിത്തിസ്കവേലി ചർച്ചിനുള്ളത്. ഇപ്പം ഇവിടെയുള്ള എല്ലാ പള്ളികളിലും തന്നെ ഡ്രസ് കോഡ് ഉണ്ടാവും. ഷോർട്സ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ സ്കാർഫ് വെച്ചിട്ടുണ്ടാവും. ഇപ്പം ചെറിയ സ്കേർട്ടൊക്കെ ഇട്ട് വരുന്നവരാണെങ്കിൽ സ്കാർഫ് ഇങ്ങനെ കവർ ചെയ്തിട്ട് കയറണം എന്നേ ഉള്ളൂ. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ പള്ളി ക്രിസ്തുവിൻ്റെ മേലങ്കിയുടെ ശവകുടീരം എന്നാണ് അറിയപ്പെടുന്നത്. യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണ് ഷിത്തിസ്കവേലി. അതുകൊണ്ട് തന്നെ മസ്കേത്തയാണ് ജോർജിയയുടെ ഹിസ്റ്റോറിക്കൽ ടൗൺ എന്നറിയപ്പെടുന്നത്. പള്ളിയുടെ പുറമേ തന്നെ നമുക്കൊന്ന് ചുറ്റി നടന്ന് കാണാൻ അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. പള്ളിയുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ചരിത്രപരമായിട്ടുള്ള പലതരം ചുവർ ചിത്രങ്ങളും അതുപോലെ കോട്ടകളും പഴയ സിംഹാസനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും.
4-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പഴയ പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഈ ഒരു ചില്ലുകൂട്ടിനുള്ളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ ചർച്ചൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ചെറുതായിട്ടൊന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് ജുവാരി മൊണാസ്ട്രിയാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.